ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കർത്താവ് മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. ഈശോ സകലയിടത്തും ആരാധിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തില് 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനമാണ് നമ്മൾ പ്രാർത്ഥിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. എന്നാൽ കഷ്ടതകൾ നേരിട്ടപ്പോൾ അവർ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരിഞ്ഞു. അവർ അവിടത്തെ അന്വേഷിച്ച് കണ്ടെത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമ്മോട് പറയുന്ന വചനം, അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ദൈവീക രഹസ്യം. കഷ്ടത വന്നപ്പോൾ, സഹനം വന്നപ്പോൾ അവർ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹനമില്ലാത്ത ജീവിതമില്ല, കഷ്ടപ്പാടില്ലാത്തൊരു ജീവിതമില്ല. എന്നാൽ ഈ കഷ്ടപ്പാടിന്റെ നടുവിൽ, ഈ സഹനത്തിന്റെ നടുവിൽ, ഈ ഇല്ലായ്മയുടെ നടുവിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പറയുന്നത് അവരെല്ലാവരും കർത്താവിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതിലൂടെ അവർ അവരുടെ കർത്താവിനെ കണ്ടെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കിക്കേ, സഹനം വന്നപ്പോൾ, കഷ്ടത വന്നപ്പോൾ ദൈവത്തിലേക്ക് തിരിയാനുള്ളൊരു മനസ്സ് ദൈവം മനുഷ്യർക്ക് കൊടുക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് മാത്രമേ നിന്റെ സഹനത്തിന്റെ, കഷ്ടപ്പാടിന്റെ മേഖലകളെ പരിഹരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് അങ്ങനെ ഒരു മേഖല മനുഷ്യന് ബോധപൂർവം നൽകുന്നത്. അതുവഴി കർത്താവിനെ അവർ കണ്ടെത്താം. നമ്മുടെയൊക്കെ കുടുംബത്തില്, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തില്, ഏത് ജീവിതമാകട്ടെ, പൗരോഹിത്യ ജീവിതമാകട്ടെ, സന്യാസ ജീവിതമാകട്ടെ, കുടുംബ ജീവിതമാകട്ടെ, യുവത്വത്തിന്റെ ജീവിതമാകട്ടെ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വചനം പറയാ, കർത്താവ് ഈ സഹനത്തെ, കഷ്ടപ്പാടിന്, വേദനകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടത്തേക്ക് തിരിയാൻ അവിടുന്ന് ആവശ്യപ്പെടാം. നമ്മുടെ മനുഷ്യരിലേക്ക് തിരിയല്ലേ, ഈ ലോകത്തിന്റെ ഒരു അരുവിലേക്ക് തിരിയല്ലേ, ഈ പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് തിരിയല്ലേ, നിത്യം നിലനിൽക്കുന്ന നമ്മുടെ കർത്താവിലേക്ക്. അതുവഴി നീ തിരിയുമ്പോൾ അവിടുന്ന് നിന്റെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ വിധത്തിൽ ഇടപെടുന്നത് നിനക്ക് കാണാൻ പറ്റും, നിനക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. അതിലൂടെ നിന്റെ കർത്താവിന് വ്യക്തിപരമായി അനുഭവിച്ചറിയാൻ പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നിനക്ക് സാധ്യമാക്കി തരാ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിൽ സഹനങ്ങൾ വന്നപ്പോൾ, കഷ്ടപ്പാട്, കഷ്ടത പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥയില്, കർത്താവേ, ഇന്ന് നിന്റെ മക്കള് കുടുങ്ങിക്കിടക്കാണല്ലോ. കർത്താവേ, മനസ്സ് മടുത്ത്, ജീവിതം മടുത്തു എന്നുള്ള അവസ്ഥയിൽ വന്നെത്തി നിൽക്കുന്ന മകനെ, മകളെ നീ വീണ്ടെടുക്കണമേ, രക്ഷിച്ചെടുക്കണമേ. അവരുടെ മേലെ നിന്നെ കരം നീട്ടണമേ. അവരിലേക്ക് വന്ന് വെട്ടുകിടക്കുന്ന സകല കഷ്ടതയുടെ, വേദനയുടെ, ദുഃഖത്തിന്റെ സകല പീഡകളും കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ ബെനഡിക്റ്റ് വികാരിയുടെ മാധ്യസ്ഥത്തിൽ, സകല വിശുദ്ധ മാലാഖ വൃന്ദങ്ങളുടെ മാധ്യസ്ഥത്തിൽ, അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ അത് മുഴുവനും വിട്ടുമാറി പോകട്ടെ.
ദൈവമക്കൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. അതിന്റെ അസ്വസ്ഥതകള്, പീഡകള് ദൈവമക്കളിൽ നിന്ന് യേശുനാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായില്ലേ? അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായില്ലേ? ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. എല്ലാ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ. ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ. ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ. ആരാധന 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 ആരാധന